JK വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ എരുമേലിയിലാണ് നിൽക്കുന്നത്. എന്റെ ചുറ്റിലും നിൽക്കുന്നത് കണ്ടില്ലേ അയ്യപ്പന്മാര്, എന്തെല്ലാം കളറുകളാണ് അവിടെ അണിഞ്ഞിരിക്കുന്നത്. പല പല കളറില് ഞാൻ എരുമേലി വന്നിരിക്കുകയാണ്. ആദ്യം ഈ അയ്യപ്പന്മാര് കൊച്ചമ്പലത്തിലോട്ട്, ഇതാണ് എരുമേലിലെ കൊച്ചമ്പലം. ആ അമ്പലത്തിലോട്ടാണ് ഞാൻ കയറി പോകുന്നത്. പല ആളുകളും വിളിച്ചോണ്ട് ഇവരെ വിളിച്ചോണ്ടാണ് പോകുന്നത് കൊട്ടാൻ വേണ്ടിയിട്ട്. പല നാട്ടിൽ നിന്ന് വന്നവരാണ്, ഇവരെല്ലാ വർഷവും ഇവിടെ വരുന്നവരാണ്. അപ്പൊ ഇവരെ വിളിച്ചോണ്ടാണ് ഇങ്ങനെ കൊട്ടാനായിട്ട് കൊച്ചമ്പലത്തിൽ തുള്ളിയിട്ട് അവിടുന്ന് കയറിയാണ് വാവരുപള്ളിയിലോട്ട്. വാവരുപള്ളിയിലാണ് ഈ അയ്യപ്പന്മാരിപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പള്ളിയിൽ, ഈ നയനാർ പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും എന്റെ കൂടെ തന്നെയുണ്ട്. അവരുമായിട്ട് അവര് അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. അവരുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. സാറേ നമസ്കാരം. നമസ്കാരം സാർ. ഇനി എന്തൊക്കെയാണ് ഇപ്പൊ എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട് ഈ അയ്യപ്പൻകോട്? നവംബർ മാസം 16-ാം തീയതി ശബരിമല നട തുറക്കുകയും 15-ാം തീയതി മുതൽ എരുമേലി ആൾ വരാം. ഇന്ന് 20 ദിവസമായി. 20 ദിവസമായി പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിൽ പോലും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഒട്ടേറെ അയ്യപ്പഭക്തന്മാർ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ഏതാണ്ട് 90,000, 50,000 മുതൽ 90,000 വരെ ആളുകൾ പ്രതിദിനം വന്നുകൊണ്ടിരിക്കുമ്പോൾ എരുമേലിയിലും ഏതാണ്ട് 40,000 മുതൽ 50,000 വരെ ആളുകൾ ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ആളുകൾ എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടകെട്ട് ആരംഭിച്ച് എരുമേലി മുസ്ലിം പള്ളി, വാവർ പള്ളിയിൽ കയറി ഇവിടെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് ഒരു വലിയമ്പലത്തിലേക്ക് എരുമേലി പേട്ടകെട്ട് നടത്തപ്പെടുക. ഈ പള്ളിയിൽ കടന്നു വന്ന ഉടനെ, കൊച്ചമ്പലി ഈ പള്ളിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് ആവശ്യം ആചാര അനുഷ്ഠാനം അനുസരിച്ച് അവർക്ക് നിറഞ്ഞ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഈ പള്ളിയിൽ വരുവാനും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാനും പൂർണ്ണമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജമാഅത്ത് കമ്മിറ്റി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ 24 മണിക്കൂറും സമയവും ഇവിടെ അതിനൊരു പ്രത്യേക സൗകര്യങ്ങളും കുടിവെള്ളം ഉൾപ്പെടെ സൗകര്യങ്ങളും, പ്രത്യേകിച്ച് അയ്യപ്പഭക്തന്മാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസ് സൗകര്യവും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രാപ്തിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തന്നിട്ടുണ്ട്. ഈ വർഷത്തെ ചന്ദനക്കുട മഹോത്സവത്തിനെ കുറിച്ച് സാറെ കുറച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഈ വർഷം എന്തെല്ലാം ഒരുക്കങ്ങൾ എന്തെല്ലാമാണ്? എരുമേലി ചന്ദനക്കുടം എന്ന് പറയുന്നത് എരുമേലി പേട്ടകെട്ടിന് മുന്നോടിയായി ശബരിമല അയ്യപ്പനും ബാബുസ്വാമി ബന്ധം തുടങ്ങിയ കാലഘട്ടം മുതൽ എരുമേലിയിലെ 2 ഉത്സവങ്ങളാണ് എരുമേലി ചന്ദനക്കുടവും എരുമേലി പേട്ടകെട്ടും. എരുമേലി ചന്ദനക്കുടം സാധാരണ വർഷങ്ങൾ ജനുവരി മാസം 10-ാം തീയതിയാണ്, ഇതിന് 26-ആണ്. ഈ വർഷം അത് ജനുവരി മാസം 11-ാം തീയതി, ജനുവരി 26 ജനുവരി മാസം 11-ാം തീയതിയാണ് അത് നടത്തപ്പെടുക. എരുമേലി ജമാഅത്താണ് അത് നടത്തപ്പെടുന്നതെങ്കിലും എരുമേലിയിലെ ഒരു മതസൗഹാർദ്ദമായിട്ടാണ് ആഘോഷം നടക്കുന്നത്. ഇപ്പൊ ചന്ദനക്കുടം എന്ന് പറയുന്ന ആ ഉത്സവം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയും, പിറ്റേ ദിവസം തന്നെയാണ് ജനുവരി 11 ചന്ദനക്കുടവും 12 പേട്ടതുള്ളി. ആദ്യം അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളി, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആലങ്കാട് സംഘത്തിന്. അമ്പലപ്പുഴ സംഘം അമ്പലപ്പുഴ കൃഷ്ണഭഗവാന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം
ഇവിടെ കൊച്ചമ്പലത്തിൽ 10 പറഞ്ഞ ശേഷം അവിടെ ആരംഭിക്കുന്ന പേട്ടകൾ പള്ളിയിലെത്തുന്നു. പള്ളിയിൽ ഞങ്ങൾ ചന്ദനം കളിച്ചും പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് പേട്ടകളിൽ നമ്മുടെ വാവലിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാളെ അദ്ദേഹത്തിൻ്റെ കൂടെ ആ പേട്ട സംഘത്തിൻ്റെ കൂടെ നമ്മൾ അയക്കും. അങ്ങനെ ഒരു പ്രതിനിധി കൂടി വാവലിൻ്റെ പ്രതിനിധിയായിട്ട് കൂടി അദ്ദേഹം അവരോടൊപ്പം പോകും. അവിടെ ചെല്ലുന്നു. അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ് നടക്കുന്നത്. അയ്യപ്പനും വാവരും തമ്മിൽ അതുപോലെ ഒരു ബന്ധമുള്ളത് കൊണ്ടല്ലേ ഈ പേട്ടതുള്ളലും അതായത് ഈ ചന്ദനക്കുടവും ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് വരുന്നതും. പന്തളം രാജകുടുംബത്തിൽ നിന്നും 13 വയസ്സുള്ള മണികണ്ഠസ്വാമി എന്ന അയ്യപ്പസ്വാമി അവിടുത്തെ രാജ്ഞിക്ക് ഒരു ഗുരുതരമായ രോഗമുണ്ടാവുകയും അന്നത്തെ വൈദ്യൻ പുലിപ്പാലാണ് ചികിത്സയ്ക്ക് പറ്റിയ മരുന്ന് എന്ന് കൽപ്പിക്കുകയും അങ്ങനെ പുലിപ്പാലിന് വേണ്ടിയാണ് വാവരസ്വാമി അയ്യപ്പസ്വാമി എരുമയിൽ എത്തിച്ചേരുക. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് 13 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ വരികയും സന്ധ്യാസമയത്താണ് എരുമയിൽ എത്തിച്ചേർന്നുള്ളത്. ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ എരുമയിൽ രാത്രികാലങ്ങളിൽ പുരുഷന്മാർ താമസിക്കുമായിരുന്നില്ല. ഇവിടെ പുരുഷന്മാർ എരുമയുടെ രൂപത്തിലുള്ള ഒരു മൃഗമായ വിഷയം ആ കാലത്ത് പുരുഷന്മാരെ കൊല്ലുക എരുമയിൽ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ എത്തിച്ചേർന്നപ്പോൾ എരുമയുടെ ഐതിഹാസികമായ പുത്തൻവീട് കുടുംബത്തിന്റെ വല്യമ്മ മുത്തശ്ശി പറഞ്ഞു, മോനെ ഇവിടെ നിൽക്കരുത്, ഇവിടെ അയ്യപ്പൻ പറയുകയും അങ്ങനെ അയ്യപ്പസ്വാമിക്ക് അവിടെ കഴിക്കുവാൻ വളരെ വിശപ്പായിരുന്നു. പൂജയ്ക്ക് വെച്ചിരുന്ന അവരും പലവും ഒക്കെ ആഹാരമായി കൊടുക്കുകയും അത് കഴിച്ച് അന്ന് പുത്തൻവീട് അമ്പി വാങ്ങുകയും പിറ്റേ ദിവസം ഇവിടെ വാവലിസ്വാമി എന്ന് പറയുന്ന ഈ മുസ്ലിം വിശ്വാസിയായ വാവലിസ്വാമി എരുമേലി ഈ പള്ളിയിൽ നിത്യമായ ആചാരം നടത്തിക്കൊണ്ടിരുന്ന സാമ്പത്തിക ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും അങ്ങനെ വാവലിസ്വാമിയുമായി പങ്കാളികളാവുകയും ഇവിടെ നിന്നും അന്ന് എരുമേലി കടും വനമായിരുന്നു. ഇവിടെ നിന്നും പുലിയം കൊണ്ട് പമ്പളം കൊട്ടാരത്തിൽ ചെല്ലുകയും പുലിപ്പാല് കൊടുത്ത ശേഷം ആ പുലിപ്പുറത്ത് തന്നെ തിരിച്ചെരുമേലി വരികയും ഉണ്ടായി. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് മനുഷ്യയെ നിഗ്രഹിക്കുകയും അപ്പൊ അങ്ങനെ എരുമേൽ ആഘോഷം ആളുകൾ എരുമേലി ആളുകളെ കൊല്ലുന്ന ജീവിയായതുകൊണ്ട് തന്നെ ഭയങ്കരമായ ആഘോഷത്തോടു കൂടി എരുമേലിക്കാര് ആ മനുഷ്യയെ കൂട്ടി കെട്ടിത്തൂക്കി വളരെ സന്തോഷത്തോടുകൂടി കൊച്ചമ്പലത്തിലും മല്ലിയമ്പലത്തുമായി എരുമേലി ടൗണിലെ കൊണ്ടുപോയി അത് എരുമേലി ദേവസ്വം ബോർഡിന് സമീപത്തുള്ള രുദ്രക്കുളത്തിൽ വെച്ച് ഗ്രഹിക്കുകയും ചെയ്തു. ഇന്നും ആ രുദ്രക്കുളം എരുമേലിയിലുണ്ട്. അതിനുശേഷം അതിന്റെ ഓർമ്മയെന്ന് പറയുന്ന വകയിലാണ് ഈ അന്ന് എരുമേലി പേട്ടയായിട്ട് നടത്തപ്പെടുന്നത്. ആ ഒരു ചിന്തയോടുകൂടി അതുകൊണ്ട് വേട്ടക്കമ്പിൽ ഇവിടെ ഇപ്പം ചെയ്യുന്ന മുഴുവൻ അയ്യപ്പഭക്തന്മാരും ഒരു വേട്ടക്കമ്പിൽ പച്ചക്കറി സാധനം കെട്ടിത്തൂക്കിയിട്ട് ദേവത്തെല്ലാം ഈ അന്നത്തെ ചോരയുടെ ഭാഗം കളവ് പെരട്ടുകയും ആ ഈച്ച അടിച്ചു മാറ്റാൻ പോയി പാണരായ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ആ ഓർമ്മയാണ് എരുമേലി പേട്ട കേട്ടത്. ശബരിമലയിലെ അയ്യപ്പന്മാരെല്ലാം തേങ്ങ കൊണ്ടുപോയി ഉടയ്ക്കുന്നുണ്ട്. പക്ഷെ ആദ്യം ഉടയ്ക്കുന്നത് ഈ എരുമേലി വാവര് പള്ളിയിലാണ്. വാവരെ കണ്ട് നമസ്കരിച്ചിട്ട് അവര് എരുമേലി വാവര് ശബരിമലയ്ക്ക് പോകുന്നുള്ളൂ. ഇനി ഞാൻ പോകുന്നത് വലിയ അമ്പലത്തിലോട്ടാണ്. അയ്യപ്പന്മാര് തുള്ളുന്നതല്ല, ഈ വാവര് പള്ളിയിൽ പോയിട്ട് പുറകോട്ടിറങ്ങി വന്ന് ഇവിടെ നിന്നാണ് തുള്ളിയാണ് വലിയ അമ്പലത്തിലോട്ട് പോകുന്നത്. തീർത്ഥാടകരെല്ലാം ചെറിയ അമ്പലത്തിൽ നേർച്ചയിട്ടിട്ട് വാവര് സ്വാമിയെ തൊഴുത് നേർച്ചയിട്ട് തേങ്ങ എല്ലാം ഉടച്ചിട്ടാണ് ഇങ്ങോട്ട് വലിയ അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഞാനും ഇവിടെ വന്നു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള അത്രയും സ്പേസിലാണ് ഇവർ പേട്ടതുള്ളി ഇങ്ങോട്ട് വരുന്നത്. അതാണ് പേട്ടതുള്ളൽ. അപ്പോൾ പേട്ടതുള്ളൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പേട്ടതുള്ളൽ 12-ാം തീയതിയാണ്. 11-ാം തീയതി ചന്ദനക്കുടവും 12-ാം തീയതി പേട്ടതുള്ളൽ. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വലിയ അമ്പലത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ അവരെല്ലാം തുള്ളി ഇവിടെ വലിയമ്പലത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ നേർച്ചയിട്ട് കഴിഞ്ഞിട്ട് ഇവര് ഇവിടെ ഇറങ്ങി ഈ തോട്ടിലാണ് കുളിക്കുന്നത്. ചന്ദനക്കുടത്തിൻ്റെയും എരുമേലി പേട്ടതുള്ളലിൻ്റെയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.